ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും കഴിയുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിതാ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു പട്ടയും 3 കറാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 4 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തതാണ്, അതിൻ്റെ പകുതി ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം ഒരു ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നന്നായിട്ട് തന്നെ നരച്ചെടുത്തിട്ട് വരാം. ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഒരു ചെറിയൊരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ മുട്ടയിലോട്ട് നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മുട്ടക്കറീൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.